ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നത്തെ അല്ല, ഇന്നലത്തെ ആയിരുന്നു. അതായത് നമ്മൾ ശനിയാഴ്ച ഒരു കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ കല്യാണത്തിന് 3 ദിവസം ഞാൻ രാവിലെ എണീറ്റു എന്നിട്ട് നമ്മൾ ബ്രഷൊക്കെ ചെയ്തു, പിന്നെ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള കമ്മൽ ഏതൊക്കെയാണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. കാരണം അതൊക്കെ സെറ്റാക്കണമല്ലോ. പിന്നെ നമ്മൾ കമ്മലൊക്കെ ഊരി പിന്നെ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു 9:30 ഇവിടെ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു കോമൺ പോയിന്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടെ പോകാമെന്നുള്ള രീതിയിലാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സെറ്റായി. ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയ പിന്നെ മെയിൻ ഫംഗ്ഷനെല്ലാം വരുമ്പോൾ ഈ ഡ്രസ്സ് തന്നെ. അത് പൊതുവേ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ നമ്മൾ ഇറങ്ങി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ചെക്കന്മാരൊക്കെ വേറെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പയ്യന്നൂരിൽ നിന്നാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓട്ടോയിലൊക്കെ പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം 4 പേരൊക്കെ വെച്ചിട്ട് രസമാണ്. കാരണം എല്ലാവരും കൂടെ പോകുമ്പം, കാരണം ദൂരമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത്. ഒരു കല്യാണം വന്നു, അപ്പോൾ നമ്മളങ്ങനെ പോവാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനെത്തി. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ട്രെയിനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സീറ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇറങ്ങാറായി. അപ്പോൾ ഞാൻ പോയി കണ്ണാടിയൊക്കെ നോക്കി, മുടി നല്ല കോലമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് നമ്മൾ തലശ്ശേരി ഇറങ്ങിയിട്ട് കൂത്തുപറമ്പിലേക്ക് ബസ് കയറി. പിന്നെ അവിടുന്ന് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീടെത്തിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വീടായിരുന്നു. ഞാനിങ്ങനെ ഡെക്കറേഷനൊക്കെ നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കും. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ പഞ്ഞിമുട്ട, ഇങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ. അതിനുശേഷം പിന്നെ നമ്മളടുത്ത ഡെക്കറേഷൻസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ്. അവിടെ വീടുണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല രസമാണ്. ശരിക്കും ഒരു ദിവസം അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നു, ബസ്സിലാണ് പോകുന്നത്. കാരണം ട്രെയിൻ പിന്നെ 6:30 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ബസ്സിന് കയറി പോകുന്നു. പക്ഷേ 2.5 മണിക്കൂറൊക്കെ എടുത്ത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് 7:30 ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയായി. കുഴപ്പമൊന്നുമില്ല, സീറ്റൊക്കെ കിട്ടിയതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങോട്ട് പോകുന്നു. എല്ലാവരും ഓരോ സ്റ്റോപ്പിലൊക്കെയാണല്ലോ ഇറങ്ങുക. നമ്മളൊരു 7:30 ആയപ്പോഴാണ് തോന്നുന്നു എത്തിയിട്ടുണ്ടായിരുന്നു. 7:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്തി. പിന്നെ ഹോസ്റ്റലിലേക്ക് നേരെ പോന്നു. നല്ല ലേറ്റ് അതിനെ കൊണ്ട് നല്ല മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.